പറവൂരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. പറവൂർ അഡീഷണൽ തഹസിൽദാർ എൻ സോമൻ മുൻപാകെയാണ് അദ്ദേഹം ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്. നേരത്തെ പ്രകടനമായി അവിടേക്ക് എത്തുകയായിരുന്നു. പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികൾക്കിടയിലൂടെ അദ്ദേഹം സൗഹൃദം പങ്കുവെച്ച് അവിടെ പ്രകടനമായി എത്തി. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പത്രിക നൽകിയിരിക്കുകയാണ്. ഒട്ടേറെ രാഷ്ട്രീയ വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ പത്രികാ സമർപ്പണത്തിന് ശേഷമുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം പത്രിക നൽകിയ ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും. അവിടെ UDF നേതാക്കൾക്കൊപ്പമെത്തി ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുകയാണ്. പറവൂർ അഡീഷണൽ തഹസിൽദാറാണ് അദ്ദേഹത്തിന്റെ പത്രിക ഇപ്പോൾ സ്വീകരിച്ചത്. അതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഉണ്ടാകും. ഒട്ടേറെ രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ശക്തമായി പത്രികാ സമർപ്പണത്തിന് ശേഷമുള്ള സത്യപ്രസ്താവനയുണ്ട്. അതുകൂടി വായിച്ചതിന് ശേഷമായിരിക്കും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ദൈവത്തിന്റെ പേരിൽ സത്യം ചെയ്യും. നാമനിർദ്ദേശ പത്രികാ നടപടികൾ അപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നാമനിർദ്ദേശ പത്രിക നൽകിക്കഴിഞ്ഞിരിക്കുന്നു. പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് അവസാനിക്കും. ഇന്ന് ഒട്ടേറെ ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ തിരക്കായിരുന്നു പത്രിക നൽകുന്നതിന് വേണ്ടി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറവൂർ അഡീഷണൽ തഹസിൽദാർ മുൻപാകെയാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്. CPIM BJP ഡീലെന്നുള്ള ആരോപണം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചതാണ്. KC വേണുഗോപാലും വി ഡി സതീശനും ആ നേതാക്കൾ കൂട്ടത്തോടെ ആ ആരോപണം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇന്ന് മറുപടി നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെ തിരഞ്ഞെടുപ്പ് പ്രചാരണം അടുത്ത ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വലിയ രാഷ്ട്രീയ പോരിലേക്ക് കിടക്കുകയാണ്. ഈ ഡീൽ ആരോപണമാണ് ഇപ്പോൾ സജീവമാകുന്നതും നേതാക്കൾക്കിടയിൽ വാക്പോരിന് കാരണമായിക്കൊണ്ടിരിക്കുന്നതും. അദ്ദേഹത്തിന്റെ കൂടുതൽ പ്രതികരണങ്ങൾ ഇന്ന് ആ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. നേമത്ത് BJP നേരത്തെ നേടിയ വിജയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ ഡീൽ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മറുപടി നൽകിയത്. നേമത്ത് എങ്ങനെയാണ് BJP ജയിച്ചത് എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. അതുമാത്രമല്ല, രാഹുൽ ഗാന്ധിക്കെതിരെ അദ്ദേഹം ആദ്യം ഒരു TV ചാനൽ അഭിമുഖത്തിൽ ഉന്നയിച്ച ആ ആരോപണം, അത് BJPയുടെ B ടീമായി രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണം ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുന്നതും നമ്മൾ കേട്ടു. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഡീൽ ആരോപണം കത്തിപ്പടരുകയാണ്. കൂടുതൽ പത്രികാ സമർപ്പണ ദൃശ്യങ്ങൾ കൂടി വരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടകം പത്രിക നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.